നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് തമ്മിലൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു എനർജിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും നമ്മുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ. കാരണം ഒരു ബാഡ് കർമ്മ എനർജി ഒരിക്കലും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കരുത്. പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കണം. ഡിവൈൻ നൽകുന്ന ഒരു ഇൻഫർമേഷൻസ് ആണ്. നിങ്ങളിലേക്ക് ടാറോ റീഡിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ടാറോ റീഡിങ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് ഡിവൈനിൽ നിന്ന് അറിയാനുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹീലിങ്ങിൻ്റെ സമയമായിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് ശക്തമാകുന്ന ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു പെയിൻ എനർജിയെ കണക്റ്റ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള റീഡിങ്സുകൾ നിങ്ങളിലേക്ക് വരുവുള്ളൂ. അതായത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു 100 ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി തന്നെയാണ് ഓരോ ടാറോ റീഡിങ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ വ്യക്തവും കൃത്യവുമായിട്ട് തന്നെയാണ് ഡിവൈൻ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇൻഫർമേഷൻസ് നൽകുന്നത്. അതിനകത്ത് യാതൊരുവിധ സംശയവും നിങ്ങൾ ബാക്കി വെക്കേണ്ട. വളരെയധികം വ്യക്തമായിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ആണെങ്കിലും നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും ടാറോ നിങ്ങൾക്ക് നൽകുന്നത് വളരെ കറക്റ്റും കൃത്യവുമായ ഉത്തരമായിരിക്കും. അതുകൊണ്ടാണ് പേഴ്സണലായിട്ട് നിങ്ങളൊരാളെ സമീപിച്ച് അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ചിലരൊക്കെ ഒരുപാട് നെഗറ്റീവ് മൈൻഡ് സെറ്റോടുകൂടിയും സംസാരിക്കുന്നതിനകത്ത് നമുക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്ന വ്യക്തികളുണ്ട്. നമ്മൾ പോലും നമ്മുടെ സ്റ്റൈൽ മാറ്റി സംസാരിക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന കുറേ ആളുകളെ നമുക്ക് കണക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അവർക്കിടെയൊക്കെ ഒരു ഇൻഫർമേഷൻസ്, അവർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസിന് അത്രത്തോളം വാല്യൂ ഉണ്ടാകുകയുള്ളൂ എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സത്യം. കാരണം നമ്മളുടെ മൈൻഡ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കണക്റ്റ് ചെയ്യുക. നല്ല പോലെ, അതായത് മറ്റൊരാളെ നമ്മൾ പരീക്ഷിക്കാനെന്ന പോലെ റീഡിങ്സിന് ഇറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു അനുഭവമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരിക. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇറങ്ങിത്തിരിക്കാതിരിക്കുക. വേണമെങ്കിൽ മാത്രം, അത്ര അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അതല്ലെങ്കിൽ ജനറൽ റീഡിങ്സ് നിങ്ങൾക്കൊരു ശക്തമാകുന്ന ഹീലിങ്ങും ശക്തമാകുന്ന ഇൻഫർമേഷൻസും നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഇപ്പം നമ്മൾ നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തിയുടെ തോട്ട്സിൽ 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാകുന്നുണ്ട് നിങ്ങളും അവരും തമ്മിലൊരു വലിയ ബോണ്ടുള്ള, അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസോ അതല്ലെങ്കിൽ ഒരു സോൾ എനർജിയോ ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഫിനിഷ് ആവാത്ത, പൂർണ്ണതയിൽ എത്തിക്കാത്തൊരു പർപ്പസ് ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളതും അതിനൊരു പൂർണ്ണത ഉണ്ടാക്കണമെന്നും അതിലൊരു ആക്ഷൻ എടുക്കേണ്ടതാണ് എന്നും അവർക്ക് വളരെ വ്യക്തമായിട്ട് ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ നവംബർ മാസത്തിൻ്റെ എനർജിയും ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഡിസംബർ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആണ് കേട്ടോ.
തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് അവർക്കൊരു സോൾ കണക്ഷൻസ്, അതായത് അവരുടെ ഒരു നല്ല ഒരു മാച്ചിങ് എനർജിയിലൂടെ ഒരുമിച്ച് കണക്റ്റ് ചെയ്ത് പൂർണ്ണതയോട് കൂടി പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അവരുടെ ഒരു ക്യാരക്ടർ ആയിരിക്കാം, ചിന്തകളായിരിക്കാം, അതല്ലെങ്കിൽ സ്വപ്നങ്ങളായിരിക്കാം, ഇതെല്ലാം ഒരു സെയിം എനർജിയിലൂടെ കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിൽ അവർക്ക് വളരെ ശക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു സക്സസ് ആണ്, ഒരു പോസിറ്റിവിറ്റിയാണ്, ഒരു ഹാപ്പിനെസ് ആണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിൽ അവരനുഭവിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിലൂടെ അവരനുഭവിച്ച സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിരുന്നു എന്നതൊക്കെ അവരിപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇതൊരു സെപ്പറേഷൻ പീരീഡിലുള്ള, അതായത് ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിലുള്ള വ്യക്തികളിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ വാല്യൂ വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കുന്നു. നിങ്ങളെ അവർ അറിയുന്നു, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് മുമ്പിൽ അവർ ഇമോഷണൽ ബൗണ്ടറി തീർത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ കൊടുത്ത സ്നേഹമൊന്നും അവർ സ്വീകരിക്കാത്ത രീതിയിൽ നിങ്ങളെ ഒരുപാട് പെയിൻ എനർജിയിലൂടെ, ഒരുപാട് നിരാശയിലൂടെ, അതായത് മൂവ് ഓൺ ചെയ്ത് പോകത്തക്ക, അതായത് മടുപ്പ് തോന്നിക്കുന്ന രീതിയിൽ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പെരുമാറിയിട്ടുള്ള എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവരതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രസൻസ്, നിങ്ങളവരെ തേടി ചെല്ലുന്നതിൽ അവരൊരുപാട് സന്തോഷം കണ്ടെത്തിയിരുന്നു എന്നതും അവർ ഈ ഒരു എനർജിയിലൂടെ നോക്കുമ്പോൾ കറക്റ്റ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ. അവർ ശരിക്കും എല്ലാം കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും അവരൊരു പ്രതികരണമില്ലാതെ കൈകെട്ടിയിരുന്ന ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ റിലേഷനിൽ. കാരണം നിങ്ങളെപ്പോഴും അവരെ തേടി ചെന്നുകൊണ്ടേയിരുന്നു, നിങ്ങളുടെ എനർജി അവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. അവർ ശരിക്കും ചാർജ് ആയിക്കൊണ്ടിരുന്നു. അവർ വളരെ സന്തോഷം അനുഭവിച്ച് നിങ്ങളുടെ ആ ഒരു പ്രസൻസിൽ ആസ്വദിച്ചിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ശരിക്കും ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ എനർജി നോക്കുമ്പം ഒരു സെൽഫ് ലവ് എനർജിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഒരു വെൽത്ത് എനർജിയിലേക്കൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് സാമ്പത്തിക ഭദ്രത, ഉയർച്ച, ഒരു ലീഡർഷിപ്പ് മൈൻഡ്, ചിലരൊക്കെ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന, ബിസിനസ് ആ ഒരു മേഖലയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം ഒരു സെൽഫ് ഡിസിപ്ലിൻ, അതായത് നിങ്ങളൊരു ബഹളം പിടിച്ച ഒരു എനർജി ആണെങ്കിൽ അവർ വളരെയധികം മെച്യൂരിറ്റിയോടുകൂടി, പക്വതയോടുകൂടി ഒരു ഒതുങ്ങിയ സിറ്റുവേഷൻസിൽ നിൽക്കാനും നിൽക്കുന്നതുമായൊരു ക്യാരക്ടറാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ എനർജിയിലേക്ക് നോക്കുമ്പം രണ്ട് ഡിഫറൻസ് എനർജി ഫീൽ ചെയ്യുന്നു. പക്ഷേ മനസ്സുകൊണ്ട് രണ്ടുപേരും ഒരേപോലെ ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ സന്തോഷം, ആനന്ദം കണ്ടെത്താനും ആഗ്രഹിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എന്താണേലും കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെ ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു, നിങ്ങളുടെ ഓർമ്മകളിലൂടെ അവർ സഞ്ചരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവരുടെ ഹാർട്ട് ചക്ര നിങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഓർമ്മകളാൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അവരെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ് അവർ മറ്റ് കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അവർക്ക് ശരിക്കും ചെറിയൊരു നിരാശ, ഒരു ദുഃഖമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളോട് ഒരുമിച്ചൊരു ഫാമിലി ലൈഫ് ഇതിനകത്ത് കുറേ ആളുകളുടെ എനർജിയിൽ ചിൽഡ്രൻസിൻ്റെ പ്രസൻസോടുകൂടി സ്വപ്നം കണ്ടിരുന്നു. നിങ്ങളും സ്വപ്നം കണ്ടിരുന്നു, നിങ്ങളെപ്പോലെ ആ ഒരു വ്യക്തിയും ആഗ്രഹിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അവർക്ക് ഏറ്റവും സംതൃപ്തമാണ്, അവർ ചിന്തിച്ച രീതിയിലുള്ളൊരു ഹാപ്പി ഫാമിലി തീർക്കാൻ പറ്റുന്നത് നിങ്ങളോടൊപ്പമായിരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നും അവരത് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ എനർജി, ഈ ഒരു എനർജിയിൽ ഒരു ഭൂരിപക്ഷം പേരും ഇന്നും നിങ്ങൾ ചിലപ്പോൾ രണ്ട് സാഹചര്യങ്ങളിൽ രണ്ട് ലൈഫ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അവർ പാസ്റ്റിൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ഹാപ്പി എനർജി ഇന്നും അവർ സ്വപ്നം കാണുന്നുണ്ട്, ഇന്നും അവരതിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് ഉണ്ടായിരുന്നപ്പോഴും നിങ്ങൾ അതിലൊരു സ്പെഷ്യൽ എനർജിയിൽ നിന്നിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലൂടെ കണക്റ്റഡ് ആയിട്ട് പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു ന്യായം നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളും നിങ്ങളുടെ ഒരു ബന്ധത്തിലുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ തമ്മിലൊരു
ഒരിക്കൽ കണക്റ്റഡ് ആയിട്ട് വീണ്ടും സെപ്പറേറ്റഡ് ആയി വീണ്ടും കണക്റ്റഡ് ആയ വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് നൽകേണ്ട സിറ്റുവേഷൻസ് ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു മിസ്യൂസിങ് എനർജി ആയിരിക്കാം, ഒരു ചീറ്റിംഗ് എനർജി ആയിരിക്കാം, ഒരു ജഡ്ജ്മെൻറ്റിനുള്ള ഒരു അർഹത നിങ്ങൾക്കുണ്ട് എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടി ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഡിസിഷൻ എടുക്കേണ്ട സമയമായി എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നവർ 100% ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സുകൊണ്ട് മാത്രമല്ല, അവർക്കൊരു ഇന്നർ ഗൈഡൻസും കിട്ടുന്നുണ്ട്. നിങ്ങളിലേക്കൊന്ന് തിരിച്ച് ചെല്ലുക, നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് വരിക, നിങ്ങളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക. നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതയോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റിയോ എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസം കേട് സംബന്ധമാകുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഒന്ന് പൊരുത്തപ്പെടേണ്ടതായിട്ടുള്ള ഒരു ഗൈഡൻസ് അവർക്ക് അവരുടെ ഇന്നർ ഗൈഡൻസ് പോലെ ലഭിക്കുന്നുണ്ട്. അവരുടെ സോൾ അവർക്ക് അതിനു വേണ്ട ചില ഇൻഫർമേഷൻസുകൾ, ചില നിർദ്ദേശങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങളുടെ സോൾ കണക്ഷൻസ് അത്രത്തോളം പവർഫുള്ളാണ്. നിങ്ങളുടെ സോളും അവരുടെ സോളും എപ്പോഴും ശക്തമാകുന്ന കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു, ശക്തമാകുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ ചെറിയ ഒരു രീതിയിലെ പ്രസൻസ് ഇതിനകത്തുള്ളത് കൊണ്ട് ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തി അവസാനിപ്പിച്ച് കളഞ്ഞതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കുറേ എനർജികളിലേക്ക് നോക്കുമ്പോൾ അവർക്കിനി ഒരു ബന്ധം വേണ്ട എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങളിൽ നിന്നും വിട്ടുപോയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു അൺഎക്സ്പെക്റ്റഡായ ചില മാറ്റങ്ങൾ, ചില തിരിച്ചറിവുകൾ നിങ്ങളുടെ റിലേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ശരിക്കും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു നല്ല ഒരു ശക്തമാകുന്ന തിരിച്ചറിവ് അവരുടെ ഉള്ളിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ ചിന്തകളിൽ ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അവരുടെ ചിന്തകളിൽ നിറയെ നിങ്ങളാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഇവർ ടോക്സിക് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധം ഒരു അൺഹെൽത്തി ആണെന്നും ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നും ചിലപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിച്ച സിറ്റുവേഷൻസുകൾ ഉണ്ടാവാം. അവർക്ക് വെറുപ്പാണെന്നും അവർക്ക് ഈ ഒരു റിലേഷനിൽ തുടരാൻ താല്പര്യമില്ല എന്നും ശക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞ സിറ്റുവേഷൻസുകൾ ഉണ്ടാവാം. ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഇന്ന് അവർ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടി വരുന്നു. അവർക്ക് ചില തിരിച്ചറിവുകൾ വരുന്നു. ഈ ഒരു ബന്ധം എന്തായിരുന്നുവെന്നും ഇതിൻ്റെ വാല്യൂ എന്തായിരുന്നുവെന്നും ആ ഒരു പേഴ്സൺ 100% തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഇപ്പം തന്നെ സഡൻ എത്തിച്ചേർന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്കും അവരെയും തമ്മിൽ ഒരു ബൗണ്ടറി തീർത്ത് മറ്റു ചില പ്രശ്നങ്ങൾ, ഒരു എന്താ പറയുക, മറ്റ് ചില സാഹചര്യങ്ങളാവാം, വ്യക്തിബന്ധങ്ങളാവാം, ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശക്തമാകുന്ന ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ് അവരിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും അവർ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഒരു പുതിയ ഇമോഷൻസിനെ കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതായത് ഒരു പുതിയ ഒരു സാഹചര്യം അവർ ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ വ്യക്തി ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെ അവരെ സംബന്ധിച്ച് അവരെന്തായിരുന്നു ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻസിനോടുണ്ടായിരുന്ന ആ ഒരു എനർജി, അത് നേരെ ഓപ്പോസിറ്റായിട്ട് അവരിലേക്ക് ശക്തമാകുന്ന ചീറ്റിംഗ് ആയിട്ടും ഹാർട്ട് ബ്രോക്കൺ ആയിട്ടും അതുപോലെ ഒരു ഡാർക്ക് എനർജിയിൽ നിൽക്കേണ്ടതായിട്ടും വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് 8 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിൽ ഒരു വ്യക്തി ഒന്നെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് എനർജിയിലാണ്, ലൈഫിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എബ്രോഡ് പോലുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു കാത്തിരിപ്പിൻ്റെ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷ, എല്ലാം പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റും. ഈ കാണുന്ന ഹാർട്ട് ബ്രോക്കൺ, ഈ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും ഇമോഷണൽ പെയിനിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റുമെന്നെല്ലാം അവർ ശക്തമായിട്ട് മനസ്സിലാക്കുന്നു, ചിന്തിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. 4 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് കേട്ടോ. അവർക്ക് ഒരുപാട് നിരാശ അവർ അനുഭവിക്കുന്നുണ്ട്. ഇതിനകത്ത് ഫാമിലിപരമായിട്ടും പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളുണ്ട് കേട്ടോ. പേരൻസും മറ്റു കുടുംബാംഗങ്ങളുടെയും പ്രസൻസിലും ഒരുപാട് ഇമോഷണൽ സ്ട്രഗിളിങ് ചെയ്യുന്ന സിറ്റുവേഷൻ
സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഈ ഒരു സിറ്റുവേഷൻസുകളെല്ലാം, അതുപോലെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്ന വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് കുറച്ചൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇമോഷണലി പ്രശ്നങ്ങൾ കൊണ്ട് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട്. എന്താണെങ്കിലും അവർ നിങ്ങളെ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. നിങ്ങളുടെ നീക്കങ്ങൾ, നിങ്ങളിപ്പോൾ എങ്ങനെയാണ്, എന്തവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ ഉള്ളത് ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. കാരണം നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി നിന്ന, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും ആക്കി കഴിഞ്ഞു കടന്നുപോയി എങ്കിലും അവരെ സംബന്ധിച്ച് അവരുടെ ഓർമ്മകളിൽ നിന്നും അവരുടെ സോളിൽ നിന്നും നിങ്ങളെ പറിച്ചു മാറ്റുക എന്നത് വളരെയധികം ഡിഫിക്കൽറ്റി ആയാണ് വന്നിരിക്കുന്നത്. കാരണം അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. അവരുടെ ഈഗോ, അവരുടെ ആ ഒരു ക്യാരക്ടർ എനർജിയിൽ ഉണ്ടായിരുന്ന ചില തിരുത്തലുകളുടെയൊക്കെ സമയമായി എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളെ ഒന്ന് എന്താ പറയുക, കെയറിങ് ചെയ്ത് കൊണ്ടുപോകേണ്ടിയിരുന്നു എന്നതും ഈ ഒരു റിലേഷനിൽ ഒരു മെച്യൂരിറ്റിയോടുകൂടി ഒരു ആക്ഷൻ എടുക്കേണ്ടതാണെന്നും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് എബ്രോഡ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. കുറേ ആളുകൾക്ക് നിങ്ങൾക്ക് തമ്മിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ, ചിലപ്പോൾ നിങ്ങളുടെ സെപ്പറേഷൻ പീരീഡും കാര്യങ്ങളെല്ലാം നിങ്ങളൊരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്ത് അവസാനിച്ചു പോകും കേട്ടോ. തീർച്ചയായിട്ടും ഒരു നേരിൽ കാണുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരമൊക്കെ വന്നു കഴിയുമ്പം തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വെയിറ്റിംഗ് എനർജിയിലാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റിയാലിറ്റി ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങളത്തെ ഒരു അൺകണ്ടീഷണൽ ലവ്, അതായത് നിങ്ങൾക്ക് മുന്നിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങളുടെ സ്നേഹം ഈ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ നൽകിയത്. അത് ഈ കറൻറ്റിലി നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു. അവരിത്രയും കാലം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നപ്പം നിങ്ങൾക്കൊരു വാല്യൂം കൽപ്പിക്കാതിരുന്ന വ്യക്തി ഇന്ന് നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങൾ കൊടുത്ത ആ ഒരു ഇമോഷൻസിന് വാല്യൂ കൽപ്പിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ പീരീഡിന് കാരണമായി എന്നുള്ളത് 100% ഉറപ്പാണ്. അതിൽ അവരിന്ന് കുറ്റബോധം അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു പ്രോഗ്രസ്, ലൈഫിലൊരു മാറ്റം വരണം, ചില സിറ്റുവേഷൻസുകളിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകണമെന്നും ഒരു ഹീലിംഗ് എനർജി വേണമെന്നും സ്ട്രെസ് റിലീഫിംഗ് എനർജി വേണമെന്നും എല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. എന്താണെങ്കിലും എല്ലാം ഒരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്തും ഒരു സന്തോഷകരമാകുന്ന ഒരു കൂടിച്ചേരലിന് വഴി ഒരുക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ വ്യക്തി എസ്കേപ്പിംഗ് എനർജിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അവിടെ നിന്നും പതുക്കെ ഊരിപ്പോകുക, അതായത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പതുക്കെ മൂവ് ഓൺ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങളുടെ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് ഒരു ബൗണ്ടറി തീർത്ത്, അതായത് തേർഡ് സിറ്റുവേഷൻസിന് വാല്യൂ കൽപ്പിക്കാതെ കുറച്ച് സ്ട്രോങ് എനർജിയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ എനർജി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101% അവർക്കത് മാത്രമാണ് ചിന്ത എന്ന് പറയാം. നിങ്ങളെ കണക്റ്റ് ചെയ്യുക, നിങ്ങളോട് ഒരുമിച്ച് മനസ്സ് തുറന്ന് മുന്നോട്ടേക്ക് പോകുക എന്നത് തന്നെയാണ്. അതായത് അവസാനിച്ചെടുത്ത് നിന്നും എങ്ങനെയാണോ നിന്നിരുന്നത്, എത്ര പവർഫുള്ളായിട്ടും എത്ര പോസിറ്റീവായിട്ടാണോ നിങ്ങളുടെ റിലേഷൻ നിന്നിരുന്നത്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. പ്രതീക്ഷയാണ്, പ്രാർത്ഥനയാണ്. അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും എടുത്തുകൊണ്ട് പോയൊരു വ്യക്തിയാണ്. പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിൽ ചെറിയ ഒരു പ്രതീക്ഷ ഇട്ടിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളിൽ ബാലൻസ്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഇമോഷൻസിൽ ഇനി നിൽക്കുന്ന ബാലൻസ് എനർജിയെ കണക്റ്റ് ചെയ്യുക എന്നൊരു ആഗ്രഹം അവരിലുണ്ട്. തീർച്ചയായിട്ടും അവരൊരു പുതിയ തുടക്കത്തിന്,
പുതിയൊരു സിറ്റുവേഷൻസിന് തയ്യാറായിട്ട് നിൽക്കുന്നു. ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയൊക്കെ അവരുടെ മൈൻഡിലുണ്ട്. കുറച്ച് ഫോക്കസ് ചെയ്യേണ്ടി വരും, കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരുമെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും 100% അവർക്ക് പ്രതീക്ഷയാണ് കേട്ടോ. ടെമ്പറൻസ് ആണ്. ചില ഡിഫറൻസുകൾ നിങ്ങൾക്കിടയിലുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മാരിയുടെ എനർജി ആയിരിക്കാം, കാസ്റ്റ് ഡിഫറൻസോ ഏജ് ഡിഫറൻസോ, അതല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്നതോ പൊസിഷൻ പരമാകുന്നതോ ഒക്കെ ആയ ചില ഡിഫറൻസുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങളോട് പാസ്റ്റിൽ അവരെടുത്ത് വെളിപ്പെടുത്തിയിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഈക്വൽ ആക്കിക്കൊണ്ട്, അതിനെയെല്ലാം ചേഞ്ച് ആക്കിക്കൊണ്ട് ഒരു റിയൂണിയൻ എനർജി, മ്യൂച്വൽ അട്രാക്ഷനോടുകൂടി ഒരു റിയൂണിയൻ എനർജി അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇവരിലെ ഏറ്റവും വലിയൊരു എനർജി നമ്മൾ നോക്കുമ്പോൾ കണക്റ്റഡ് ആകുന്നത് ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. നീതിന്യായം നടപ്പിലാക്കേണ്ടി വരും, കർമ്മയുണ്ട് എന്നത് അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. കർമ്മ എനർജിയിൽ ഇപ്പം അവർ വിശ്വസിച്ചു തുടങ്ങി. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നതിൽ അവർക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. അപ്പം ഏകദേശം കറൻറ്റിലി അവർ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്താണെങ്കിലും റിയൂണിയൻ എനർജി അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചോ അത്രയും ആഴത്തിൽ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലേക്ക് അവരെ കർമ്മ കൊണ്ടുചെന്ന് നിർത്തിയിട്ടുണ്ട് എന്നതും 100% ഉറപ്പാണ് കേട്ടോ.